വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മെഷീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ MCQs ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ DC മെഷീൻ മെക്കാനിക്കൽ ലോസസ് ആർ പ്രൈമർലി ഫങ്ഷൻ ഓഫ്. ഒരു DC മെഷീനിൽ മെക്കാനിക്കൽ ലോസസിൻ്റെ പ്രൈമർലി ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? സ്പീഡാണോ, വോൾട്ടേജ് ആണോ, കറണ്ട്, നൺ ഓഫ് ദി അബോ. അപ്പോൾ ഏതാണ് ഒരു DC മെഷീനിൽ മെക്കാനിക്കൽ ലോസ് ഉണ്ടാവുന്നത്? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഏതൊക്കെ ലോസസ് ഉണ്ടെന്ന് നോക്കാം. കോപ്പർ ലോസ് ഉണ്ട്, അയൺ ലോസ് ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ ലോസസ് ഉണ്ട്. ഇപ്പോൾ കോപ്പർ ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ടാവും, അതുപോലെ ഷണ്ട് കോപ്പർ ലോസ് ഉണ്ട്, പിന്നെ എന്താണുള്ളത്? സീരീസ് കോപ്പർ ലോസ്. ഇതാണ് കോപ്പർ ലോസിൽ വരുന്നത്. അതുപോലെ അയൺ ലോസസിൽ വരുന്ന മെയിനായിട്ടുള്ള ലോസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസസും. എന്നാൽ മെക്കാനിക്കൽ ലോസസിൽ വരുന്നത് ഏതാണ്? ഫ്രിക്ഷണൽ ആൻഡ് വൈൻഡേജ് ലോസ് ആണ്. അപ്പോൾ നമ്മളടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഒരു DC മെഷീനിൽ മെക്കാനിക്കൽ ലോസിൻ്റെ അല്ലേ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ ഏതിലാണ് വരുന്നത്? അപ്പോൾ ഏതാണ് അതിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. DC മെഷീനിലെ ആർമേച്ചർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ കണ്ടക്ടിങ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ഓപ്ഷൻ സി നോൺ ഫെറസ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി സിലിക്കൺ സ്റ്റീൽ. അപ്പോൾ ഏതാണ്? ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? നമുക്കറിയാം, നമ്മൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ DC മെഷീൻ്റെ ആർമേച്ചർ മെയ്ഡ് ചെയ്തിട്ടുള്ളത് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ്. എന്തിനാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്? എഡി കറന്റ് ലോസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് DC മോട്ടർ ഹാസ് ഗോട്ട് മാക്സിമം സെൽഫ് ലോഡിംഗ് പ്രോപ്പർട്ടി? താഴെ തന്നിട്ടുള്ള ഏത് DC മോട്ടറിനാണ് മാക്സിമം സെൽഫ് ലോഡിംഗ് പ്രോപ്പർട്ടി ഉള്ളത്? ഓപ്ഷൻ എ ഷണ്ട് മോട്ടർ, ഓപ്ഷൻ ബി സീരീസ് മോട്ടർ, ഓപ്ഷൻ സി ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ, ഓപ്ഷൻ ഡി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ ഏത് മോട്ടറിലാണ് മാക്സിമം സെൽഫ് ലോഡിംഗ് പ്രോപ്പർട്ടി വരുന്നത്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടറിനായിരിക്കും അല്ലേ. ഏതിലാണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടറാണ്. അതുകൂടാതെ വേറൊരു സാധനമുള്ളത് മാക്സിമം സെൽഫ് ലോഡിംഗ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു മാക്സിമം സെൽഫ് റിലീവിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതറിഞ്ഞിരിക്കുക. അത് DC സീരീസ് മോട്ടറിനാണ്. ഓക്കെ, അപ്പോൾ ഏത് മോട്ടറിനാണ് മാക്സിമം സെൽഫ് ലോഡിംഗ് പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടറാണ്. എന്നാൽ സെൽഫ് റിലീവിംഗ് പ്രോപ്പർട്ടി ഏതിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ DC സീരീസ് മോട്ടറാണെന്ന് കൂടി അറിഞ്ഞു വയ്ക്കുക. വെൻ എ DC സീരീസ് മോട്ടർ ഈസ് കണക്റ്റഡ് ടു എ AC സപ്ലൈ ദെൻ, അതായത് നമ്മൾ ഓടുന്ന DC സീരീസ് മോട്ടർ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്നാൽ DC സപ്ലൈ ആണ്. എന്നാൽ അത് AC സപ്ലൈ ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെന്ത് സംഭവിക്കും? ഓപ്ഷൻ എ ഇറ്റ് വിൽ സ്റ്റോപ്പ്, ഓപ്ഷൻ ബി ഇറ്റ് വിൽ റൺ വിത്തൗട്ട് എനി ട്രബിൾ, ഓപ്ഷൻ സി ഇറ്റ് മേ ബേൺ ഔട്ട്, ഓപ്ഷൻ ഡി ഇറ്റ് വിൽ റൺ വിത്ത് ലെസ് എഫിഷ്യൻസി ആൻഡ് ഹൈ സ്പാർക്ക് അറ്റ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇതിലൊരു AC സപ്ലൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അത് AC സപ്ലൈ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു യൂണി ഡയറക്ഷണൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ആർമേച്ചർ കറണ്ട് ആൻഡ് ഫീൽഡ് കറണ്ട്. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് റിവേഴ്സ് ആവും ഒരേ സമയത്ത് അല്ലേ. അപ്പോൾ ഇതുമൂലം എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോ പവർ ഫാക്ടർ ഉണ്ടാകാം, അതുപോലെ ബ്രഷസിൽ സ്പാർക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കും, അതുപോലെ എഫിഷ്യൻസി കുറയും. അത് റൺ ചെയ്യും. ആ DC സീരീസ് മോട്ടർ AC സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അത് റൺ ചെയ്യും, പക്ഷേ ലെസ് എഫിഷ്യൻസി ആൻഡ് ഹൈ സ്പാർക്ക് അറ്റ് കമ്മ്യൂട്ടേറ്ററിലായിരിക്കും അത് റൺ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 5, for a 4-pole machine, wave winding is impossible with armature conductors off. അപ്പോൾ ഓപ്ഷൻ എ 34, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 38. നമുക്കറിയാം ഒരു DC മെഷീനിൽ ആർമേച്ചർ കണ്ടക്ടർ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ്സ് ഉണ്ടെന്ന് അറിയാം. ഏതൊക്കെയാണ്? ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ആണെന്ന് അറിയാം. അപ്പോൾ 4-pole മെഷീനിൽ വേവ് വൈൻഡിങ് ഏതിലാണ് ഇമ്പോസിബിൾ അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിലാണ്? 32 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, വേർ ഈസ് ഫീൽഡ് വൈൻഡിങ് മൗണ്ടഡ് ഇൻ എ DC മെഷീൻ? ഒരു DC മെഷീനിൽ ഫീൽഡ് വൈൻഡിങ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ സ്റ്റാർട്ടർ, ഓപ്ഷൻ ബി റോട്ടർ, ഓപ്ഷൻ സി ആബ്സെന്റ്, ഓപ്ഷൻ ഡി എനിവേർ ഓൺ സ്റ്റാർട്ടർ ഓർ റോട്ടർ. അപ്പോൾ എവിടെയാണ് നമ്മളെ ഫീൽഡ് വൈൻഡിങ്? നമുക്കറിയാം സാലിയൻ പോൾ ടൈപ്പ് അല്ലെ, സാലൈൻ പോൾ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു ഫീൽഡ് വൈൻഡിങ് DC മെഷീനിൽ മൗണ്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറിലാണ് അല്ലെ, സ്റ്റേഷനറി പാർട്ടിലാണ് ഒരു ഫീൽഡ് വൈൻഡിങ് DC മെഷീനിൽ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, സ്റ്റേറ്ററിലാണ്. Question number 7, in normal DC machine operating at full load condition, the most powerful electromagnetic is. ഒരു നോർമൽ DC മെഷീൻ ഒരു ഫുൾ ലോഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റിക് എവിടെയാണ്? അതായത് ഹൈ MMF വാല്യൂ, പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഹൈ MMF വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഏതിലാണ്? ഓപ്ഷൻ എ ഫീൽഡ് വൈൻഡിങ്, ഓപ്ഷൻ ബി ഇന്റർപോൾ വൈൻഡിങ്, ഓപ്ഷൻ സി ഇന്റർപോൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ടു
കൊടുക്കുക. ഓപ്ഷൻ ഡി ആർമേച്ചർ വൈൻഡിങ്. അപ്പോൾ നോർമൽ DC മെഷീൻ ഫുൾ ലോഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് പവർഫുൾ അതായത് ഹൈ MMF വാല്യൂ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീൽഡ് വൈൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏഴിലാണ് ഫീൽഡ് വൈൻഡിങ്ങിലായിരിക്കും നമുക്കത് ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വെൻ എൻ ഇലക്ട്രിക് ട്രെയിൻ ഈസ് മൂവ് ഡൗൺ എ ഹിൽ ദ DC മോട്ടോർ വിൽ ഓപ്പറേറ്റ്. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ട്രെയിനിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏത് മോട്ടറാണ്? DC സീരീസ് മോട്ടറാണ് അല്ലേ. പക്ഷേ ഓർത്ത് വെക്കണം, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് ട്രെയിൻ ഈസ് മൂവിങ് ഡൗൺ എ ഹിൽ, താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ DC മോട്ടോർ എന്തായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ DC സീരീസ് മോട്ടോർ, ഓപ്ഷൻ ബി DC സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ സി DC ഷണ്ട് മോട്ടോർ, ഓപ്ഷൻ ഡി DC ഷണ്ട് ജനറേറ്റർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രെയിൻ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ക്ലിക്ക് ചെയ്യും? നമ്മുടെ DC സീരീസ് മോട്ടോർ എടുത്തിട്ട് നമ്മൾ എന്താണ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് പോകും. എന്നാൽ ക്വസ്റ്റ്യൻ നേരെ വായിക്കണം. ഏതാണ്? മൂവിങ് ഡൗൺ എ ഹിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ബ്രേക്കിംഗ് ആണ്, അതായത് ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സാധാരണ എന്താണ് ഡൗൺ അല്ലേ വേണ്ടത്? അപ്പോൾ അത് എന്തായി മാറി? ഈ DC സീരീസ് മോട്ടോർ എന്തായിട്ടാണ് അവിടെ ഈ ഡൈനാമിക് ബ്രേക്കിങ്ങിൻ്റെ കേസിൽ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ DC സീരീസ് ജനറേറ്റർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 9. Which of the following is not the function of pole shoe in DC motor? DC മോട്ടറിലെ പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? Which of the following is not the function of pole shoe in DC motor? Option A to reduce eddy current losses. Option B to reduce reluctance. Option C to spread out flux. Option D to support field coil. അപ്പോൾ ഏതാണ് പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് DC മോട്ടറിലെ? അതായത് റിലക്റ്റൻസ് ആണോ, സ്പ്രെഡ് ഔട്ട് ഫ്ലക്സ് ആണോ, അതൊക്കെ എന്താണ് ചെയ്യുന്നുണ്ട് അല്ലേ പോൾ ഷൂ. അതുപോലെ ഫീൽഡ് കോയിലിനെ സപ്പോർട്ട് ചെയ്യും പോൾ ഷൂ. അതുപോലെ റിലക്റ്റൻസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ സ്പ്രെഡ് ഔട്ട് ഫ്ലക്സ് സ്പ്രെഡ് ചെയ്യും അല്ലേ, ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ എഡി കറന്റ് ലോസസ് റെഡ്യൂസ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ DC ജനറേറ്റർ ദ ബ്രഷസ് ഓൺ കമ്മ്യൂട്ടേറ്റർ remain in contact with the conductors which? Option A lie under south pole, option B lie under north pole, option C lie under interpolar region, option D are farthest from the pole. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഒരു DC ജനറേറ്റർ ബ്രഷസ് ഓൺ എ കമ്മ്യൂട്ടേറ്റർ റിമെയിൻ ഇൻ കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ വിച്ച് കണ്ടക്ടർ അല്ലേ, വിത്ത് കണ്ടക്ടേഴ്സ് വിച്ച് ലൈ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ലൈ അണ്ടർ ഇന്റർപോൾ റീജിയനിലാണ് അത് ലൈ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ലൈ അണ്ടർ ഇന്റർപോൾ റീജിയനിലാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ദ സ്പീഡ് ഓഫ് എ DC മോട്ടർ. ഒരു DC മോട്ടറിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഓൾവേസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബാക്ക് EMF, ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്ലക്സ്, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു പ്രൊഡക്റ്റ് ഓഫ് ബാക്ക് EMF ആൻഡ് ഫ്ലക്സ്. അപ്പോൾ സ്പീഡ് ഓഫ് എ DC മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബാക്ക് EMF ആയിരിക്കും. അപ്പോൾ അതിൻ്റെ DC മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബാക്ക് EMF ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വൈ സ്റ്റാർട്ടേഴ്സ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് DC മോട്ടോർ ഇൻ ഇൻഡസ്ട്രീസ്? എന്തിനാണ് നമ്മൾ DC മോട്ടോറിൽ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റെഗുലേറ്റ് ദ ഫീൽഡ് വൈൻഡിങ്, ഓപ്ഷൻ ബി റെഡ്യൂസ് ദ ആർമേച്ചർ കറന്റ്, ഓപ്ഷൻ സി കൺട്രോൾ ദ ആർമേച്ചർ റിയാക്ഷൻ, ഓപ്ഷൻ ഡി സ്മൂത്ത് ഓപ്പറേഷൻ ഫോർ മോട്ടോർ. എന്തിനാണ് നമ്മൾ DC മോട്ടോർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്? ആർമേച്ചർ കറന്റ് റെഡ്യൂസ് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് എ DC ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ്. നമുക്കത് വളരെ എളുപ്പമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? DC ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എൻ ആർമേച്ചർ കണ്ടക്ടർ ഡിറ്റർമൈൻ ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ബി റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ, ഓപ്ഷൻ സി ക്രോക്ക് സ്ക്രൂ റൂൾ, ഓപ്ഷൻ ഡി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അല്ലേ. അതേപോലെ ക്രോക്ക് സ്ക്രൂ റൂളും അതുപോലെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും ഒക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വരുന്ന അല്ലേ, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്? നമ്മുടെ മോട്ടർ DC മോട്ടോർ റിലേറ്റഡ് ആണ് അല്ലേ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഇതും എന്താണ്? നമ്മുടെ കൺസ്ട്രക്ഷൻ ബേസ് അല്ലെ, DC മോട്ടറിൻ്റെയും DC ജനറേറ്ററിൻ്റെയും കൺസ്ട്രക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ആർമേച്ചർ വൈൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ കമ്മ്യൂട്ടേറ്റർ എന്തുകൊണ്ടാണ്, യോക്ക് എന്തുകൊണ്ടാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക മെറ്റീരിയൽ. ഓക്കെ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി മൈക്ക, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി കാസ്റ്റ് അയോൺ. ഏതാണ്? കോപ്പർ കൊണ്ടാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5.
വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടർ ഹാസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്? താഴെ തന്നിട്ടുള്ള ഏത് മോട്ടറിനാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളത്? ഓപ്ഷൻ എ ഡി സി ഷണ്ട് മോട്ടർ, ഓപ്ഷൻ ബി ഡി സി സീരീസ് മോട്ടർ, ഓപ്ഷൻ സി ഡി സി കോമ്പൗണ്ട് മോട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലുള്ളത് ഏതിനാണ്? ഡി സി സീരീസ് മോട്ടറിനാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6, വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ ഡി സി മോട്ടർ ഈസ്. താഴെ കുറേ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്? ഡി സി മോട്ടറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻ എ ബി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ, ഓപ്ഷൻ ബി ഇ ബി ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ, ഓപ്ഷൻ സി വി ഈക്വൽ ടു ഇ ബി, ഓപ്ഷൻ ഡി വി ഈക്വൽ ടു ഇ ബി ഐ എ സ്ക്വയർ ആർ ഐ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. വോൾട്ടേജ് ഇക്വേഷൻ ബി ഈക്വൽ ടു ബാക്ക് ഇ എം എഫ് പ്ലസ് ലോസസ് ഐ എ ആർ ഐ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ മോട്ടർ യൂസ്ഡ് ഇൻ എ മിക്സ്ചർ ഗ്രൈൻഡർ ഈസ്. മിക്സർ ഗ്രൈൻഡറിൽ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ്? ഓപ്ഷൻ എ ഡി സി മോട്ടർ, ഓപ്ഷൻ ബി ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ സി സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ മോട്ടർ. ഏത് മോട്ടറാണ് നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ മോട്ടറാണ്. ഏതാണ്? യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും പഠിക്കുക, അതെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഓരോ ഡി സി മോട്ടർ ആണെങ്കിലും ഡി സി ജനറേറ്ററിനാണെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ സെയിം ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ ഓരോ പാർട്സും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓരോ പാർട്ടിൻ്റെയും വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ടു ലാർജ്? അതായത് എന്ത് സംഭവിക്കും? ഒരു ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ടു ലാർജ് ആയാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ബിൽഡ് അപ്പ് വോൾട്ടേജ്, ഓപ്ഷൻ സി ജനറേറ്റർ ഡസ് നോട്ട് റൺ, ഓപ്ഷൻ ഡി വോൾട്ടേജ് ഇൻക്രീസസ്. അപ്പോൾ ഒരു ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ലാർജ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ ഇ എം എഫ് ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ജനറേറ്റർ റൺ ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ജനറേറ്റർ ഡസ് നോട്ട് റൺ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, how load is shifted from one generator to another when DC generators are operated in parallel? എങ്ങനെയാണ്? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് ഒരു ലോഡിനെ ഒരു ജനറേറ്ററിന് വേറൊരു ജനറേറ്റർ, ഡി സി ജനറേറ്ററിനെ വേറൊരു ജനറേറ്ററിലേക്ക്, ഒരു ലോഡിനെ ഒരു ജനറേറ്ററിന് വേറൊരു ജനറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ പാരലലായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ അഡ്ജസ്റ്റിംഗ് സ്പീഡ്, ഓപ്ഷൻ ബി അഡ്ജസ്റ്റിംഗ് ആർമേച്ചർ റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ബൈ സ്റ്റോപ്പിംഗ് ദ ജനറേറ്റർ, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ് എക്സൈറ്റേഷൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളവിടെ അഡ്ജസ്റ്റിംഗ് എക്സൈറ്റേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. Question number 3, which of the following generator does not build up voltage if load is not connected? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ജനറേറ്ററാണ് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാത്തത്? ലോഡ് കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാത്തത് ഏത് ടൈപ്പ് ഓഫ് ജനറേറ്ററാണ്? ഓപ്ഷൻ എ സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ ബി ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ സി ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ നമുക്കറിയാം സീരീസ് മോട്ടറിൻ്റെ കേസാണ് ഇത് പറയുകയാണെങ്കിൽ. സീരീസ് മോട്ടറാണെങ്കിൽ നമുക്കറിയാം ഹൈ ടോർക്ക് മോട്ടറാണ് അല്ലേ, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് മോട്ടർ. അപ്പോൾ അത് ഫുൾ ലോഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മോട്ടറിൻ്റെ കേസാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് ലോഡ് വിത്തൗട്ട് ലോഡില്ലാതെ നമുക്ക് ഡി സി സീരീസ് മോട്ടർ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡി സി എന്താണ് സീരീസ് ജനറേറ്റർ എടുക്കുകയാണെങ്കിലും അതിലെന്താണ് ലോഡ് കണക്ട് ചെയ്യാതെ വർക്ക് ചെയ്യില്ല. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റർ ഡസ് നോട്ട് ബിൽഡ് അപ്പ് വോൾട്ടേജ് ഇഫ് ലോഡ് ഈസ് നോട്ട് കണക്റ്റഡ് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ സീരീസ് ജനറേറ്റർ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 4, which motor is used in heavy construction torque? ഹെവി കൺസ്ട്രക്ഷൻ ടർക്സിൽ യൂസ് ചെയ്യുന്ന ഏത് മോട്ടറാണ്? ഓപ്ഷൻ എ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ, ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ, ഓപ്ഷൻ സി ഡി സി ഷണ്ട് മോട്ടർ, ഓപ്ഷൻ ഡി ഡി സി സീരീസ് മോട്ടർ. അപ്പോൾ ഹെവി കൺസ്ട്രക്ഷൻ ടർക്ക് എന്ന് പറഞ്ഞ ട്രക്കിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. അപ്പോൾ ഹെവി കൺസ്ട്രക്ഷൻ പറയുമ്പോൾ തന്നെ ഹൈ ടോർക്കും അതുപോലെ ഹെവി ഡ്യൂട്ടി പർപ്പസ് ക്രെയിൻ അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡി സി സീരീസ് മോട്ടറാണ് അല്ലേ. എന്നാൽ നമ്മുടെ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അതായത് ലെയ്ത്ത് പോലെയുള്ള മെഷീൻസിലൊക്കെയാണ് നമ്മൾ ഷണ്ട് മോട്ടേഴ്സ് യൂസ് ചെയ്യാനുള്ളത്. എന്നാൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ പറയുമ്പോൾ എന്താണ്? അതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് സ്പീഡ് മോട്ടറാണ്. അതായത് ലോഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കംപ്രസർ, ബോയിലർ അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവാണ്. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിലെന്താണ്? ഹെവി കൺസ്ട്രക്ഷൻ ടർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡി സി സീരീസ് മോട്ടർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, വൈ ദ ഹോൾഡിംഗ് കോയിൽ ഓഫ് എ 3-point സ്റ്റാർട്ടർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡ്? നമുക്കറിയാം ഡി സി മോട്ടറിൽ യൂസ് ചെയ്യുന്ന
ത്രീ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? 2 പോയിന്റ് സ്റ്റാർട്ടർ, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ അല്ലേ. അതിൽ 3 പോയിന്റ് സ്റ്റാർട്ടറിൽ എങ്ങനെയാണ് ഷണ്ട് ഫീൽഡിൽ എന്തിനാണ് സീരീസ് ആയി കണക്ട്? ഓപ്ഷൻ എ എന്താണ്? ടു ലിമിറ്റ് ദ ലോഡ് കറന്റ്. ഓപ്ഷൻ ബി ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഹൈ സ്പീഡ്. ഓപ്ഷൻ സി ടു ഹോൾഡ് ദ ഹാൻഡിൽ പ്ലഗർ ഫിർമലി. ഓപ്ഷൻ ഡി ടു റൺ മോട്ടർ അറ്റ് ലോ വോൾട്ടേജ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഹോൾഡിംഗ് കോയിൽ 3 പോയിന്റ് സ്റ്റാർട്ടർ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡിൽ കണക്ട് ചെയ്യുന്നത്? എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു നോർമലി ഓപ്പൺ സർക്യൂട്ട് സിറ്റുവേഷനിൽ നിന്നും വൈൻഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോൾഡിംഗ് കറന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ സ്പീഡ്, മോട്ടറിനെ ഹൈ സ്പീഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് ഓപ്ഷൻ ബി ആണ് അടുത്ത കറക്റ്റ് ആൻസർ. ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഹൈ സ്പീഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്? ലോങ് ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൽ ഏത് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ബി സീരീസ് ജനറേറ്റർ. ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ഡി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലോങ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ യൂസ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ഏതാണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫർ ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടർ? ഏത് സ്പീഡ് കൺട്രോൾ മെത്തേഡാണ് ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടറിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ഓപ്ഷൻ ബി വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഓപ്ഷൻ സി ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ഓപ്ഷൻ ഡി വാട്ട് ലിയോനോട്ട് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. ഇതൊക്കെ എന്താണ്? ഈ മെത്തേഡ് താഴെ തന്നിട്ടുള്ള എല്ലാ മെത്തേഡും DC ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് DC ഷണ്ട് മോട്ടറിൻ്റെ എബോ നോർമൽ സ്പീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതുപോലെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് ഉണ്ട്. അതുപോലെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാലും എന്താണ്? അതും ബിലോ, അതായത് ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടറാണ് ഇത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ വാട്ട് ലിയോനോട്ട് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത്, അതായത് നമ്മുടെ ബിലോയും അതുപോലെ എബോയും രണ്ടും, അതായത് ബിലോ നോർമൽ സ്പീഡും അതുപോലെ എബോ നോർമൽ സ്പീഡും അതുപോലെ ഇന്റർമീഡിയറ്റ് രണ്ടിനും ഇടയിൽ കണ്ടുപിടിക്കുന്നതാണ് ഏത്? വാട്ട് ലിയോനോട്ട് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടോർ കണ്ടുപിടിക്കുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. ഏതാണ്? ആർമേച്ചർ കൺട്രോൾ ആണ്. എബോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആയിരിക്കും. Question number 8. How to obtain opposite polarity in an adjacent pole of a 4-pole DC motor? എങ്ങനെയാണ് നമുക്ക് എന്താണ് 4-pole DC മോട്ടറിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇൻ അഡ്ജസൻറ്റ് പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ വേരിയിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ. ഓപ്ഷൻ ബി Option C, making parallel connection of coil. Option D, making current flow in different direction. അപ്പോൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇൻ അഡ്ജസൻറ്റ് പോൾ ഓഫ് 4-pole DC മോട്ടോർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? മേക്കിംഗ് കറണ്ട് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഏതാണ്? മേക്കിംഗ് കറണ്ട് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ എനി DC generator, the EMF generated in the armature is maximum when the option A, rate of change of flux linkage is minimum. Option B, rate of change of flux linkage is maximum. Option C, conductor move parallel to the maximum flux area. Option D, conductor move perpendicular to the minimum flux area. അപ്പോൾ ഏതാണ് വരുന്നത്? DC ജനറേറ്ററിൽ EMF ജനറേറ്റഡ് ഇൻ ആർമേച്ചർ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് മാക്സിമം ആവുമ്പോൾ അല്ലെ, ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആവുമ്പോഴാണ് അവിടെ എന്താണ് EMF ജനറേറ്റർ ഓഫ് ആർമേച്ചർ മാക്സിമം ആവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഹാപ്പൻ വെൻ ദ സപ്ലൈ ടെർമിനൽ ഓഫ് എ DC ഷണ്ട് മോട്ടോർ ആർ ഇന്റർചേഞ്ച്ഡ്? നമ്മുടെ DC ഷണ്ട് മോട്ടറിലെ സപ്ലൈ ടെർമിനൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ, ദ മോട്ടർ വിൽ സ്റ്റോപ്പ്. ഓപ്ഷൻ ബി, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിൽ റിവേഴ്സ്. ഓപ്ഷൻ സി, ദ മോട്ടർ വിൽ റൺ അറ്റ് ഇറ്റ്സ് നോർമൽ സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ബിഫോർ. ഓപ്ഷൻ ഡി, ദ മോട്ടർ വിൽ റൺ മച്ച് ഫാസ്റ്റർ ഇൻ ദ സെയിം ഡയറക്ഷൻ. എന്താണ് സംഭവിക്കുക? മോട്ടോർ വിൽ റൺ അറ്റ് ഇറ്റ്സ് നോർമൽ സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ അസ് ബിഫോർ എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Question number 1. Which rule is used to find the direction of induced EMF in DC generator? അത് നമുക്കറിയാം, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണ് DC ജനറേറ്ററിൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഫൈൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ക്രോക്സ് റൂൾ. ഓപ്ഷൻ ബി, റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓപ്ഷൻ സി, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് എ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഫോർമുല എന്താണ്? ഓപ്ഷൻ ഇ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ എ, BLV വോൾട്ട്. ഓപ്ഷൻ
ഓപ്ഷൻ ബി BL sin theta volt, ഓപ്ഷൻ സി BLV sin theta volt, ഓപ്ഷൻ ഡി BLV cos theta volt. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഏതാണ്? BLV sin theta ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ നെയിം ഓഫ് ജനറേറ്റർ ഇഫ് ഇറ്റ്സ് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിട്ടുള്ള ഏത് ജനറേറ്റർ ആണ് ഫീൽഡ് പാരലൽ ആയിട്ട് അല്ലേ, ഫീൽഡ് കണക്ട് ചെയ്യാൻ പാരലൽ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഷണ്ട് ജനറേറ്റർ ആയിരിക്കും അല്ലേ. ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ സി കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. അപ്പോൾ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് പാരലായി കണക്ട് ചെയ്യുക, ആർമേച്ചറിന് പാരലായി കണക്ട് ചെയ്തിട്ടുള്ളത് ഏതായിരിക്കും? ഷണ്ട് ജനറേറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വേവ് വൈൻഡിങ് ഇൻ DC ജനറേറ്റർ? DC ജനറേറ്ററിലെ വേവ് വൈൻഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വേവ് വൈൻഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ട് DC ജനറേറ്ററിൽ, ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ലാബ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹൈ കറൻറ്റും ലോ വോൾട്ടേജ് ആണ് ലാബ് വൈൻഡിങ്ങിൽ വരുന്നത്. എന്നാൽ വേവ് വൈൻഡിങ്ങിൽ വരുന്നത് എന്താണ്? ലോ കറൻറ്റും ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കിയാൽ ലോ കറൻറ്റ് ആൻഡ് ലോ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഹൈ കറൻറ്റ് ആൻഡ് ലോ വോൾട്ടേജ്, ഓപ്ഷൻ സി ലോ കറൻറ്റ് ആൻഡ് ഹൈ വോൾട്ടേജ്, ഓപ്ഷൻ ഡി ഹൈ കറൻറ്റ് ആൻഡ് ഹൈ വോൾട്ടേജ്. അപ്പോൾ വേവ് വൈൻഡിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേവ് വൈൻഡിങ്ങിൽ എങ്ങനെയാണ്? ലോ കറൻറ്റും ഹൈ വോൾട്ടേജും ആയിരിക്കും. Next, question number 5, what is the effect if the shunt field resistance is above critical resistance value in a DC generator? എന്ത് എഫക്റ്റ് ആണ് ഒരു ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എബോവ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് DC ജനറേറ്ററിൽ? ഓപ്ഷൻ എ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പൾസേറ്റിംഗ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് എബോവ് നോർമൽ, ഓപ്ഷൻ സി ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്, ഓപ്ഷൻ ഡി ജനറേറ്റർ ബിൽഡ് അപ്പ് വോൾട്ടേജ് നോർമലി. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ജനറേറ്റർ ഫെയിൽ ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. ഏതാണ്? ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദ വോൾട്ടേജ്. അതായത് റെസിസ്റ്റൻസ്, അതായത് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എബോവ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് ഈ ജനറേറ്റർ എന്ത് ചെയ്യില്ല? ഫെയിൽ ടു ബിൽഡ് അപ്പ് വോൾട്ടേജ് ബിൽഡ് അപ്പ് ചെയ്യില്ല. Question number 6, what is the purpose of series resistor connected with a holding coil in a DC 4-point starter? നമ്മൾ DC മോട്ടോർ എടുക്കുകയാണെങ്കിൽ അതിൽ 3 ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഉണ്ട് നമുക്കറിയാം, 2 point, 3 point, 4 point. അപ്പോൾ ഈ 4 point DC 4 point സ്റ്റാർട്ടറിൽ എന്ത് സംഭവിക്കും? എന്തിനാണ് ഈ സീരീസ് റെസിസ്റ്റൻസ് കണക്റ്റഡ് വിത്ത് ഹോൾഡിംഗ് കോയിലിൽ കണക്ട് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ പർപ്പസ്? ഓപ്ഷൻ എ ലിമിറ്റ് ദ കറണ്ട് ഇൻ ഹോൾഡിംഗ് കോയിൽ, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ കറണ്ട് ഇൻ ഹോൾഡിംഗ് കോയിൽ, ഓപ്ഷൻ സി ഇൻക്രീസ് ദ വോൾട്ടേജ് ഇൻ ഹോൾഡിംഗ് കോയിൽ, ഓപ്ഷൻ ഡി ഡിക്രീസ് ദ വോൾട്ടേജ് ഇൻ ഹോൾഡിംഗ് കോയിൽ. അപ്പോൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അത് ഒരു DC ഷണ്ട് മോട്ടറിനെ സ്റ്റാർട്ട് ആൻഡ് സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ലിമിറ്റ് ദ കറണ്ട് ഇൻ ഹോൾഡിംഗ് കോയിലിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ലിമിറ്റ് ദ കറണ്ട് ഇൻ ഹോൾഡിംഗ് കോയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീരീസ് റെസിസ്റ്റർ എന്താണ് കണക്ട് ചെയ്യുന്നത്. Question number 7, why the direction of rotation is changed only by changing the armature current direction in a DC compound motor? Option A maintaining rated speed, option B maintain motor characteristics, option C avoid armature reaction effect, ഓപ്ഷൻ ഡി പ്രിവെൻറ്റ് മോട്ടർ ഫ്രം ഓവർലോഡിങ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? വൈ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ചേഞ്ച് ബൈ ചേഞ്ചിങ് ദ ആർമേച്ചർ കറണ്ട് ഡയറക്ഷൻ ഇൻ എ DC കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? മെയിൻറ്റെയിനിങ് ദ മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫേഴ്സ് ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടർ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അല്ലേ, ഏതാണ് ഓഫർ ചെയ്യുന്നത് ബിലോ നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടർ? ഇത് ഓൾറെഡി റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, വാട്ട് ലിയാനോട്ട് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. അപ്പോൾ ഏതാണ്? ബിലോ നോർമൽ സ്പീഡാണ്. എബോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ബിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 9, why the DC series motor field winding is wounded with thick wire? എന്തിനാണ് നമ്മൾ DC series മോട്ടറിൽ ഫീൽഡ് വൈൻഡിങ് തിക്ക് വയർ കൊണ്ട് എന്തിനാണ് വൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ടു റെഗുലേറ്റ് ഫീൽഡ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ടു ക്യാരി ദ ലോഡ് കറന്റ്, ഓപ്ഷൻ സി ടു കീപ് മാക്സിമം ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ദ ആർമേച്ചർ റിയാക്ഷൻ. എന്തിനാണ് ഒരു സീരീസ് മോട്ടറിലെ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് തിക്ക് വയർ കൊണ്ട് ചെയ്തിട്ടുള്ളത്? മോർ കറൻറ്റ് ക്യാരിങ് ആണ്. എന്നാണ് ടു ക്യാരി ദ ലോഡ് കറൻറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, തിക്ക് വയർ യൂസ് ചെയ്യുന്നത്. Question number 1, the interpole in DC machine have a tapering shape in order to. Interpoles DC മെഷീനിലെ interpoles ഉണ്ട് അല്ലേ, അതിന് എന്തുകൊണ്ടാണ് ടാപ്പറിങ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഓപ്ഷൻ എ റെഡ്യൂസിങ് ദ ഓവറോൾ വെയ്റ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ ആക്സിലറേഷൻ ഓഫ് കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ സി റെഡ്യൂസ് ദ സാച്ചുറേഷൻ ഇൻ ദ ഇന്റർപോൾസ്, ഓപ്ഷൻ ഡി എക്കണോമിക്സ് ഓൺ ദ മെറ്റീരിയൽ റിക്വയർ ഫോർ ഇന്റർപോൾസ് ആൻഡ് ദ വൈൻഡിങ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്? ഒരു
എന്താ പറയുന്നത്, ഒരു ഇൻ്റർപോൾസ് ഇൻ എ ഡി സി മെഷീൻ അല്ലേ, ഇൻ്റർപോൾസ് ഇൻ എ ഡി സി മെഷീൻ ഹാവ് എ ടാപ്പറിംഗ് ഷേപ്പ് ഇൻ ഓർഡർ ടു എന്തിനു വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് ദ സാച്ചുറേഷൻ ഇൻ ദ ഇൻ്റർപോൾസ്, ഇൻ്റർപോൾസിൽ സാച്ചുറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇഫ് 2 8-pole DC മെഷീൻ ഓഫ് ഐഡൻറ്റിക്കൽ ആർമേച്ചർ ആർ വൗണ്ടഡ്, വൺ വിത്ത് ലാപ്പ് വൈൻഡിങ് ആൻഡ് അതർ വിത്ത് വൈൻഡിങ് ദെൻ, അതായത് ഒരു 2 8-pole DC മെഷീനിൽ ഐഡൻറ്റിക്കൽ ആർമേച്ചേഴ്സ് വൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ വേറെ വേവ് വൈൻഡിങ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ എ, വേവ് വുഡ് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് കറണ്ട് ആൻഡ് മോർ വോൾട്ടേജ്. ഓപ്ഷൻ ബി, ലാപ്പ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് മോർ കറണ്ട്. ഓപ്ഷൻ സി, ലാപ്പ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട്. ഓപ്ഷൻ ഡി, വേവ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട്, ലാപ്പ് വൈൻഡിങ് ഉണ്ട്. വേവ് വൈൻഡിങ്ങിൽ എന്താണ്, ലോ കറണ്ടും ഹൈ വോൾട്ടേജ് ആണ്. ലാപ്പ് വൈൻഡിങ്ങിൽ എന്താണ്, ഹൈ കറണ്ടും ലോ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് കറക്റ്റായിട്ട് ആൻസർ വരിക, നമുക്ക് വേവ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ്, അതായത് ഹൈ റേറ്റഡ് വോൾട്ടേജ് ആകുമ്പോൾ മോർ റേറ്റഡ് വോൾട്ടേജും അതുപോലെ ലെസ് കറണ്ട്, ലോ കറണ്ട് പറഞ്ഞാൽ ലെസ് കറണ്ടും ആയിരിക്കും അല്ലേ. വേവ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജും അതുപോലെ ലെസ് കറണ്ടും ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടോർ ഇൻക്രീസസ് വിത്ത് ലോ ടോർക്ക് ദെൻ ഇറ്റ് ഈസ് എ, അതായത് ഒരു ഡി സി മോട്ടറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്ത് ലോ ടോർക്കിനനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ്. ഓപ്ഷൻ ഇ, സീരീസ് മോട്ടർ. ഓപ്ഷൻ ബി, പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടർ. ഓപ്ഷൻ സി, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ. ഓപ്ഷൻ ഡി, ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ ഏതാണ്, സ്പീഡ് ഓഫ് എ ഡി സി മോട്ടർ ഇൻക്രീസസ് വിത്ത് ലോ ടോർക്ക് ആകുമ്പോൾ അത് ഏതാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ ആയിരിക്കും. ഏതാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്, സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 4, a DC shunt motor having unsaturated magnetic circuit run at 1500 rpm with a rated voltage. If the applied voltage is half of the rated voltage, then the motor will run at എന്ത് തന്നെയായിരിക്കും, സെയിം ആർ പി എത്തിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഓപ്ഷൻ എ 750 rpm, ഓപ്ഷൻ ബി 1000 rpm, ഓപ്ഷൻ സി 1200 rpm, ഓപ്ഷൻ ഡി 1500 rpm. ഏത് തന്നെയാണ്, 1500 rpm. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 5, a DC shunt motor has external resistance of RA and RF in the armature and field circuit respectively. Armature current at starting can be reduced by keeping option A, RA maximum and RF minimum. Option B, RA maximum and RF minimum. Option C, RA maximum and RF minimum. Option D, RF maximum and RA minimum. അപ്പോൾ എന്താണ് വരുന്നത്, നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസും ഫീൽഡ് റെസിസ്റ്റൻസും എന്താണ് സംഭവിക്കുക, അങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ, അതായത് ഒരു ഡി സി ഷണ്ട് മോട്ടർ ഹാസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആർ എ ആൻഡ് ആർ എഫ് ഇൻ ദ ആർമേച്ചർ ആൻഡ് ഫീൽഡ് സർക്യൂട്ട് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആർമേച്ചർ കറണ്ട് അറ്റ് സ്റ്റാർട്ടിങ് ക്യാൻ ബി റെഡ്യൂസ് ബൈ എങ്ങനെയാണ്, ആർ എ മാക്സിമം ആൻഡ് ആർ എഫ് മിനിമത്തിലാണ് വരുന്നത്. ആർ എ മാക്സിമം ആൻഡ് ആർ എഫ് മിനിമത്തിലാണ് വരുന്നത്. Question number 6, an electric train employing DC CDS motor is running at a fixed speed. നമ്മൾ പറഞ്ഞു DC CDS motor ഇലക്ട്രിക് ട്രെയിനിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ വരുന്നത്. അതൊരു ഫിക്സഡ് സ്പീഡിലാണ് റൺ ചെയ്യുമ്പോൾ when a sudden slight drop in the main voltage occur, what result will occur? അത് സഡൻ ആയിട്ട് എന്താണ്, ഒരു സ്ലൈറ്റ് ഡ്രോപ്പ് ഇൻ മെയിൻ വോൾട്ടേജിന് എന്താണ്, ഒരു സ്ലൈറ്റ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ എ, റൈസ് ഇൻ സ്പീഡ് ആൻഡ് ഡ്രോപ്പ് ഇൻ കറണ്ട്. ഓപ്ഷൻ ബി, ഡ്രോപ്പ് ഇൻ സ്പീഡ് ആൻഡ് റൈസ് ഇൻ കറണ്ട്. ഓപ്ഷൻ സി, റൈസ് ഇൻ സ്പീഡ് ആൻഡ് റൈസ് ഇൻ കറണ്ട്. ഓപ്ഷൻ ഡ്രോപ്പ് ഇൻ സ്പീഡ് വിത്ത് കറണ്ട് അൺഅലോട്ടഡ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, അതിന് സ്പീഡ് ഡ്രോപ്പ് ചെയ്യും, കറണ്ട് റൈസ് ആവും കേട്ടോ. ഡ്രോപ്പ് ഇൻ സ്പീഡ് ആൻഡ് റൈസ് ഇൻ കറണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 7, a pair of similar DC shunt generator operate in a parallel and supply a common load. If it is required to switch off machine 1 and allow machine 2 to supply the entire load, the following operation are to be used to achieve this. എന്താണ്, ഒരു പെയർ ഓഫ് DC ഷണ്ട് ജനറേറ്റർ എന്താണ് പാരലൽ ആൻഡ് സപ്ലൈ ടു എ കോമൺ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്, മെഷീൻ 1 ഓഫ് ചെയ്തിട്ട് മെഷീൻ 2ൽ സപ്ലൈ ചെയ്യാണ് എൻറ്റയർ ലോഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് നടക്കുന്നത്, അത് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഏതൊക്കെ സ്റ്റെപ്പാണ് കറക്റ്റായിട്ട് അവിടെ നടത്തുന്ന ഓപ്പറേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതൊക്കെ കുറച്ചൊന്ന് എന്താണ് നമ്മൾ തിങ്ക് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈം നമ്മൾ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച് ഓഫ് മെഷീൻ 1. ഓപ്ഷൻ 2, റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് എ മെഷീൻ 1. 3, ഇൻക്രീസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 2. 4, എൻഷുർ ദ മെഷീൻ 1 ജസ്റ്റ് ഫോളോസ്. അപ്പോൾ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം ഫീൽഡ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യുക. മെഷീൻ 1ലെ എന്താണ് ഫീൽഡ് കറണ്ടിനെ ആദ്യം റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 1 ആണ് ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ
സ്വിച്ച് ഓഫ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച്, ആ മെഷീൻ 1ൻ്റെ മെയിൻ സ്വിച്ചിനെ ഓഫ് ചെയ്യുക. അടുത്ത എന്താണ്, ഇൻക്രീസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് എ മെഷീൻ 2, അതാണ് ലാസ്റ്റ് വരുന്നത്. പിന്നെ എന്താണ്, എൻഷുർ ദ മെഷീൻ 1 ഈസ് ജസ്റ്റ് ഫ്ലോട്ട് ആണോ എന്ന് നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, സെക്കൻഡ് വൺ വന്നിട്ട് എന്താണ്, റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 1 ആണ്. സെക്കൻഡ് വൺ വന്നിട്ട് എന്താണ്, സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച് ഓഫ് ദ മെഷീൻ 1. തേർഡ് വൺ വന്നിട്ട് എൻഷുർ ദ മെഷീൻ 1 ജസ്റ്റ് ഫ്ലോട്ട് ആണോ എന്ന് നോക്കുക. ലാസ്റ്റ് എന്താണ്, ഇൻക്രീസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് തന്നിട്ട് ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല, എന്നാൽ ബി ആണ് വരുന്നത്. അതായത് റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഇൻ മെഷീൻ 1, പിന്നെ സ്വിച്ച് 1 ആണ് വരുന്നത്. അടുത്തത് എന്താ, സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച് വരുന്നു, പിന്നെ എൻഷുർ ദ മെഷീൻ ജസ്റ്റ് ഫ്ലോട്ട് ആണോ നോക്കുക, പിന്നെ എന്താണ്, മെഷീൻ 2ൽ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. PSCയുടെ ആൻസർ അനുസരിച്ച് ഓപ്ഷൻ ബി ആണ് തന്നിട്ടുള്ളത്, പക്ഷേ ഇതാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ജനറേറ്റർ ഫോർ വെൽഡിംഗ് പർപ്പസ് ഈസ്, വെൽഡിംഗ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന സ്യൂട്ടബിൾ ജനറേറ്റർ ഏതാണ്? ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഏത് ജനറേറ്ററാണ് നമ്മൾ സാധാരണ എന്താണ് വെൽഡിംഗ് പർപ്പസിൽ യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 9, in DC shunt motor the field excitation is kept maximum value during starting to. ഒരു DC shunt മോട്ടറിൽ ഫീൽഡ് എക്സൈറ്റേഷൻ മാക്സിമം വാല്യൂലാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഇൻക്രീസിങ് ആക്സലറേഷൻ ടൈം, ഓപ്ഷൻ ബി ഡിക്രീസിങ് സ്റ്റാർട്ടിംഗ് ടോർക്ക്, ഓപ്ഷൻ സി റെഡ്യൂസ് ആർമേച്ചർ ഹീറ്റിംഗ്, ഓപ്ഷൻ ഡി പ്രിവെൻറ്റ് വോൾട്ടേജ് ഡിപ്പ് ഇൻ ദ സപ്ലൈ മെയിൻസ്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? റെഡ്യൂസ് ആർമേച്ചർ ഹീറ്റിംഗ് ആണ് വരുന്നത്. ഏതാണ്? ആർമേച്ചർ ഹീറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു DC ഷണ്ട് മോട്ടർ ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് കെപ്റ്റ് മാക്സിമം വാല്യൂ ഡ്യൂറിങ് സ്റ്റാർട്ടിംഗ് അറ്റ് ഏതാണ്? റെഡ്യൂസിങ് ആർമേച്ചർ ഹീറ്റിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 10, 3-point starters of a DC shunt motor are not used in application where speed variation by field flux control is required because option A, the motor may stop at very high speed, option B, the motor may stop at very low speed, option C, the motor may stop both at very high and at very low speed, option D, the motor may run away. എന്താണ് വരുന്നത്? ഒരു 3-point starter of a DC shunt motor are not used in application where speed variation by field flux control is required because എന്താണ്, the motor may stop at very high speed ആയിരിക്കും. എന്താണ്? the motor may stop at very high സ്പീഡായിരിക്കും. അതുകൂടാതെ നമ്മൾ 9th ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഒരു DC ഷണ്ട് മോട്ടറിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് കെപ്റ്റ് മാക്സിമം. ആ ടൈമിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ മിനിമം സ്റ്റാർട്ടിങ് കറണ്ട് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആവാനും സ്പാർക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് കേട്ടോ. അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. അതായത് റെഡ്യൂസ് ആർമേച്ചർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് കൂടാതെ എന്തിനു വേണ്ടിയിട്ടാണ്? മിനിമം സ്റ്റാർട്ടിങ് കറണ്ട് കിട്ടാനും കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആവാനും അതുപോലെ സ്പാർക്ക് റെഡ്യൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ നമ്പർ 9 പറയുന്നത് കേട്ടോ. Question number 1, working principle of a DC generator is based on. DC generatorന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ഡി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓപ്ഷൻ ഡി ലെൻസസ് ലോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻ DC മെഷീൻ ഓഫ് നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു. ഒരു DC മെഷീനിൽ നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഓപ്ഷൻ എ number of poles, option B number of conductors, option C number of armature coils, option D 2 times of number of poles. ഏതാണ് ആൻസർ വേണ്ടത്? നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ ആയിരിക്കും. അതായത് മനസ്സിലായോ? കമ്മ്യൂട്ടേറ്റീവ് സെഗ്മെൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? DC മെഷീനിലെ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽസിന് ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇൻ DC ജനറേറ്റർ ലാബ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ. എഗെയിൻ ഇത് റിപ്പീറ്റഡ് ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്നു. ലാബ് വൈൻഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലോ വോൾട്ടേജ് ലോ കറന്റ്, ഓപ്ഷൻ ബി ഹൈ വോൾട്ടേജ് ലോ കറന്റ്, ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ് ഹൈ കറന്റ്, ഓപ്ഷൻ ഡി ലോ വോൾട്ടേജ് ഹൈ കറന്റ്. അപ്പോൾ ലാപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ലാപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ലാപ്പ് ചോദിക്കുമ്പോൾ എന്താണ്, ഹൈ വോൾട്ടേജ് ആണോ ലാപ്പ് വൈൻഡിങ്ങിൽ വരുന്നത്? അല്ല, ലോ വോൾട്ടേജും ഹൈ കറൻറ്റാണ് വരുന്നത്. ലാപ്പ് വൈൻഡിങ്ങിൽ എങ്ങനെയാണ്? ലോ വോൾട്ടേജും ഹൈ കറൻറ്റും. ഓക്കെ, ലോ വോൾട്ടേജും ഹൈ കറൻറ്റാണ് വരുന്നത്. ലോ വോൾട്ടേജ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
Question number 4. Which type of generator is used in arc welding? ഏത് type of generator ആണ് നമ്മൾ arc welding യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഓവർ കോമ്പൗണ്ട്, ഓപ്ഷൻ ബി അണ്ടർ കോമ്പൗണ്ട്, ഓപ്ഷൻ സി ഡിഫറൻഷ്യലി കോമ്പൗണ്ട്, ഓപ്ഷൻ ഡി ലെവൽ കോമ്പൗണ്ട്. അപ്പോൾ ഏതാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണ് നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്? ആസ് പെർ BAS ഓഫ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് റിക്വയർ ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് റേറ്റഡ് മെഷീൻ ഇതാണ്. ഓപ്ഷൻ എ 0.1 മെഗാ ഓം, ഓപ്ഷൻ ബി 10 മെഗാ ഓം, ഓപ്ഷൻ സി 1 മെഗാ ഓം, ഓപ്ഷൻ ഡി 0.5 മെഗാ ഓം. ഏതാണ് ആസ് പെർ BAS അനുസരിച്ച് മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് റിക്വയർ ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് റേറ്റഡ് മെഷീൻ എത്രയാണ്? 1 മെഗാ ഓം ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഹാപ്പൻ ഇഫ് ദ ഫീൽഡ് ഫ്ലക്സ് ഓഫ് എ DC മോട്ടോർ റെഡ്യൂസ് ടു ഹാഫ്? ഒരു DC മോട്ടോറിലെ ഫീൽഡ് ഫ്ലക്സ് ഹാഫ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ സ്പീഡും ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ് പറഞ്ഞാൽ ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/n ആണ്. 1/n ആണ്. എന്താണ്? ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/n ആണ്. അപ്പോൾ ഈ ഫ്ലക്സ് കുറയ്ക്കുക എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സ്പീഡിന് എന്താണ് സംഭവിക്കുക? സ്പീഡിന് മോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? ഓപ്ഷൻ എ സ്പീഡ് റിമെയിൻ സെയിം, ഓപ്ഷൻ ബി സ്പീഡ് ഡിക്രീസസ്, ഓപ്ഷൻ സി സ്പീഡ് ഡിക്രീസസ് 2 ടൈംസ്, ഓപ്ഷൻ ഡി സ്പീഡ് ഇൻക്രീസസ് ടു 2 ടൈംസ്. എന്താണ് സ്പീഡിന് എന്താ സംഭവിക്കുക? അവിടെ 2 ടൈംസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ? അതായത് ഒരു DC സീരീസ് മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നമ്മൾ ഓപ്ഷൻ എ ഇൻ്റർചേഞ്ചിങ് സപ്ലൈ ടെർമിനൽ, ഓപ്ഷൻ ബി ഇൻ്റർചേഞ്ചിങ് ഫീൽഡ് ടെർമിനൽ, ഓപ്ഷൻ സി എയ്തർ എ ഓർ ബി ഓഫ് എബോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ എന്താണ് നമ്മളവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഫീൽഡ് ടെർമിനൽ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണ് പറഞ്ഞാൽ ആർമിച്ചർ ടെർമിനൽ ഇൻ്റർചേഞ്ച് ചെയ്താലും എന്താണ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടോർ ചേഞ്ച് ചെയ്യും. Question number 8. Which starter used for control the speed of DC motor above rated speed? Above rated speed ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ DC മോട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ 4 point സ്റ്റാർട്ടർ, ഓപ്ഷൻ ബി 3 point സ്റ്റാർട്ടർ, ഓപ്ഷൻ സി എയ്തർ എ ഓർ ബി, ഓപ്ഷൻ ഡി 2 point സ്റ്റാർട്ടർ. ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏതാണ് എബോവ് റേറ്റഡ് സ്പീഡിൽ യൂസ് ചെയ്യുന്നത്? ഏതാണ്? 4 point സ്റ്റാർട്ടർ ആയിരിക്കും. Question number 9. The yoke of a DC generator is usually made up of? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി സിലിക്കൺ സ്റ്റീൽ. അപ്പോൾ യോക്ക് എന്തുകൊണ്ടാണ് DC ജനറേറ്ററിൽ സാധാരണ യോക്ക് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? കാസ്റ്റ് അയൺ കൊണ്ടാണ് അല്ലേ? അതായത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എന്ത് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ മെഷീൻസ് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ അത് കാസ്റ്റ് അയൺ ആയിരിക്കും. എന്നാൽ ലാർജ് മെഷീൻസിൽ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ആയിരിക്കും എന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഏതാണ്? കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. Question number 10. In over compound generator, full load terminal voltage is? ഒരു ഓവർ കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഫുൾ ലോഡ് ടെർമിനൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഈക്വൽ ടു നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ്, ഓപ്ഷൻ ബി മോർ ദാൻ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ്, ഓപ്ഷൻ സി ലെസ് ദാൻ, ഓപ്ഷൻ ഡി ഓൾമോസ്റ്റ് 0. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? മോർ ദാൻ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും. ഏതാണ്? മോർ ദാൻ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും ഒരു ഓവർ കോമ്പൗണ്ട് ജനറേറ്ററിൽ ഫുൾ ലോഡ് ടെർമിനൽ വോൾട്ടേജ് വന്നിട്ട് എന്തായിരിക്കും? മോർ ദാൻ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. ഇതിൽ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നന്നായി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.